നിത്യഹരിത നായകൻ പ്രേം നസീറും ഭരത് ഗോപിയും ചിറയൻകീഴുകാരാണ്. ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത നാടാണ് ചിറയൻകീഴ്. പ്രേം നസീർ സൂപ്പർ താരമായി കത്തിനിന്നിരുന്ന ആ കാലത്ത് സമാന്തരമായി ഭരത് ഗോപിയും സിനിമകളിൽ സജീവമായിരുന്നു. പ്രേം നസീർ സൗന്ദര്യം കൊണ്ടും തൻ്റേതായ ശൈലിയിലുള്ള അഭിനയം കൊണ്ടും താരരാജാവായി വിലസുന്നു. ഭരത് ഗോപി തൻ്റെ നൈസർഗികമായ അഭിനയ പ്രതിഭ കൊണ്ടും ജനമനസ്സുകളിൽ ചേക്കേറുന്ന കാലം. ഗോപിക്ക് പ്രേം നസീറിനോട് ഒരു ഈഗോ ഉണ്ടായിരുന്നു. പ്രേം നസീർ നല്ലൊരു നടനല്ലെന്ന് ഭരത് ഗോപി പറഞ്ഞു നടന്നു. യവനിക എന്ന സിനിമയിൽ ഭരത് ഗോപിയുടെ അഭിനയ പ്രതിഭയുടെ നിറഞ്ഞ ആട്ടമാണ് നാം കണ്ടത്. ആ സമയത്താണ് നെടുമുടി വേണു നായകനായ വിട പറയും മുൻപേ എന്ന സിനിമ മോഹൻ സംവിധാനം ചെയ്യുന്നത്. അതിൽ ശക്തമായ വേഷമാണ് പ്രേം നസീർ ചെയ്തത്. ശ്രദ്ധേയമായ ഒരു വേഷം ഗോപിയും ചെയ്യുന്നുണ്ട്. കൂടെ പ്രേം നസീറും ശക്തമായൊരു വേഷം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭരത് ഗോപി ആദ്യഘട്ടത്തിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംവിധായകൻ മോഹൻ്റെ നിർബന്ധം മൂലം ഗോപിക്ക് ആ സിനിമയിൽ അഭിനയിക്കേണ്ട അവസ്ഥയുണ്ടായി. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേം നസീർ സെറ്റിലെത്തി. ആ സമയം ഗോപി വലിയ ഈർഷ്യയിലായിരുന്നു. ഗോപി പ്രേം നസീറിനെ മൈൻഡ് ചെയ്തില്ല. ഭരത് ഗോപി ഇരുന്ന ചെയറിൽ നിന്നും എഴുന്നേൽക്കുക പോലും ഉണ്ടായില്ല. പക്ഷേ പ്രേം നസീർ ആദ്യം പോയത് ഗോപിയുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പ്രേം നസീർ പറഞ്ഞു, നിങ്ങളെപ്പോലെ വലിയൊരു നടനൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം. പ്രേം നസീറിൻ്റെ ആ ഒരൊറ്റ വാക്കിൽ ഭരത് ഗോപി വീണു. പിന്നെ ഇരുവരും തമ്മിൽ നല്ല കൂട്ടായി മാറി. അതാണ് പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ആ എളിമയും ലാളിത്യവുമാണ് ആ മഹാനടൻ്റെ എല്ലാ വിജയങ്ങളുടെയും മുഖമുദ്ര. പ്രതിഭകളെ എപ്പോഴും പ്രേം നസീർ അംഗീകരിച്ചിരുന്നു. വിട പറയും മുൻപേ എന്ന ആ ചിത്രം പ്രേം നസീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായി മാറി. കൂടെ വർക്ക് ചെയ്ത ഒരാൾ പോലും നസീറിനെ ഇതുവരെ കുറ്റം പറഞ്ഞ് കണ്ടിട്ടില്ല. ഒരുപാട് നന്മകളുടെ വിളനിലമായിരുന്നു നസീർ സാർ. കാലചക്രം ഒരുപാട് ഉരുണ്ടിട്ടും ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ കാലഘട്ടത്തിലും GPS മീഡിയ ആ നിത്യഹരിത നായകൻ്റെ സ്മരണകൾക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്നു.